നമസ്കാരം. ഏകദേശം 50 വർഷങ്ങൾക്ക് മുൻപ് നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തിയപ്പോൾ അത് ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നിമിഷമായിരുന്നു. എന്നാൽ 6ഓളം വിജയകരമായ യാത്രകൾക്ക് ശേഷം മനുഷ്യൻ ചന്ദ്രനെ ഏകദേശം മറന്ന മട്ടായിരുന്നു. അവിടെ പോയിട്ടുണ്ട്, ഇനി പുതുതായി ഒന്നുമില്ല എന്ന ചിന്താഗതിയാണ് ദശലക്ഷങ്ങളോളം നിലനിന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ലോകം വീണ്ടും ചന്ദ്രനിലേക്ക് ഉറ്റുനോക്കുകയാണ്. ഇത്തവണ നാസയുടെ ലക്ഷ്യം വെറും ഒരു സന്ദർശനമല്ല, മറിച്ച് ചന്ദ്രനിൽ ഒരു സ്ഥിര താവളം ഒരുക്കി ചൊവ്വയിലേക്കും അതിനപ്പുറത്തേക്കും യാത്ര ചെയ്യുക എന്നതാണ് ലക്ഷ്യം. ഏകദേശം 8.73 ലക്ഷം കോടി രൂപ ചെലവ് വരുന്ന ഈ പദ്ധതിക്ക് പിന്നിൽ കൃത്യമായ ശാസ്ത്രീയ, സാമ്പത്തിക, രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ വെറും ഒരു പൊടിയും പാറയും നിറഞ്ഞ ഒരിടമായി തോന്നാം. എന്നാൽ ആ മണ്ണിൽ വൻ നിധികൾ ഒളിഞ്ഞിരിപ്പുണ്ട്. സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, അത്യാധുനിക മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവ നിർമ്മിക്കുവാൻ ആവശ്യമായ അപൂർവ മൂലകങ്ങൾ ഭൂമിയിൽ ഇപ്പോൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ചന്ദ്രനിൽ ഇത്തരം മൂലകങ്ങളുടെ വലിയ ശേഖരമുണ്ടെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നുണ്ട്. പ്ലാറ്റിനം, ടൈറ്റാനിയം, ഇരുമ്പ് എന്നിവയ്ക്ക് പുറമെ ഭാവിയിലെ ഊർജ്ജ സ്രോതസ്സായ ഹീലിയം 3 ചന്ദ്രനിൽ ധാരാളമുണ്ട്. ഇവ ഖനനം ചെയ്ത് എടുക്കുവാൻ സാധിച്ചാൽ അത് ലോക സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ മാറ്റിമറിക്കും. ചന്ദ്രന്റെ ധ്രുവപ്രദേശങ്ങളിൽ സൂര്യപ്രകാശം എത്താത്ത ആഴമേറിയ ഗർത്തങ്ങളിൽ മഞ്ഞുരൂപത്തിൽ വെള്ളമുണ്ടെന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ഈ കണ്ടെത്തൽ ബഹിരാകാശ യാത്രയിൽ വിപ്ലവം സൃഷ്ടിക്കും. ഈ വെള്ളം ശുദ്ധീകരിച്ച് കുടിക്കുവാനായി ഉപയോഗിക്കാം. അതിലുപരിയായി ഈ വെള്ളത്തിനെ വേർതിരിച്ച് ഹൈഡ്രജനും ഓക്സിജനുമാക്കി മാറ്റാൻ സാധിക്കും. ഹൈഡ്രജൻ റോക്കറ്റുകൾക്കുള്ള മികച്ച ഇന്ധനമാണ്. ഓക്സിജൻ ശ്വസിക്കുവാനും ഉപയോഗിക്കാം. അതായത് ഭൂമിയിൽ നിന്ന് വലിയ അളവിൽ ഇന്ധനം കൊണ്ടുപോകാതെ തന്നെ ചന്ദ്രനെ ഒരു പെട്രോൾ പമ്പ് പോലെ ഉപയോഗിച്ച് ദൂരെയുള്ള ഗ്രഹങ്ങളിലേക്ക് യാത്ര തുടരാനാകും. പണ്ട് അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലായിരുന്നു മത്സരമെങ്കിൽ ഇന്ന് കളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അമേരിക്കയും ചൈനയും തമ്മിലാണ് ചന്ദ്രനിലെ മേധാവിത്വത്തിനായി പോരാടുന്നത്. 2030ഓടെ മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കുമെന്ന് ചൈന പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര നിയമപ്രകാരം ചന്ദ്രൻ ആർക്കും സ്വന്തമല്ല. വെള്ളവും മൂലങ്ങളുമുള്ള പ്രധാന സ്ഥലങ്ങളിൽ ആദ്യം താവളം അടിക്കുന്നവർക്ക് അവിടെ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയും. ഈ ലൂണാർ റിയൽ എസ്റ്റേറ്റ് കൈക്കലാക്കാനാണ് വൻ ശക്തികൾ ഇപ്പോൾ മത്സരിക്കുന്നത്. നാസയുടെ യഥാർത്ഥ ലക്ഷ്യം ചുവന്ന ഗ്രഹമായ ചൊവ്വയാണ്. 2030കളിൽ മനുഷ്യനെ ചൊവ്വയിൽ എത്തിക്കാൻ അവർ പദ്ധതിയിടുന്നുണ്ട്. എന്നാൽ ചൊവ്വയിലേക്കുള്ള യാത്ര മാസങ്ങൾ നീളുന്നതും അതീവ അപകടകരവുമാണ്. അതിനാൽ ചൊവ്വയിൽ ഉപയോഗിക്കേണ്ട സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കാനുള്ള ഏറ്റവും സുരക്ഷിതമായ ലബോറട്ടറിയാണ് ചന്ദ്രൻ. മനുഷ്യന് ദീർഘകാലം താമസിക്കുവാൻ കഴിയുന്ന വീടുകൾ നിർമ്മിക്കുവാനും വികിരണങ്ങളെ പ്രതിരോധിക്കുവാനും ചന്ദ്രനിലെ താമസം നമ്മെ പഠിപ്പിക്കും. ചന്ദ്രനിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സഹായം എത്തിക്കാനാകും. എന്നാൽ ചൊവ്വയിൽ അത് സാധ്യമല്ല. ഭൂമിയിൽ നിന്ന് ഏകദേശം 450 കോടി വർഷങ്ങൾക്ക് മുൻപ് മറ്റൊരു ഗ്രഹവുമായി കൂട്ടിയിടിച്ച് ചന്ദ്രൻ ഉണ്ടായതെന്ന് കരുതപ്പെടുന്നുണ്ട്. അതിനാൽ ഭൂമിയുടെ ചരിത്രം ചന്ദ്രന്റെ പാറകളിൽ ഇന്നും കേടുകൂടാതെ ഇരിപ്പുണ്ട്. ഭൂമിയിൽ കാറ്റും മഴയും ഭൂകമ്പങ്ങളും കാരണം പഴയ തെളിവുകൾ മാഞ്ഞു പോയിട്ടുണ്ടാകാം. എന്നാൽ ചന്ദ്രനിൽ മാറ്റമില്ലാതെ കിടക്കുന്ന കല്ലുകൾ പഠിക്കുന്നതിലൂടെ ഭൂമി എങ്ങനെ ഉണ്ടായെന്നും സൗരയൂഥത്തിന്റെ രഹസ്യങ്ങൾ എന്താണെന്നും മനസ്സിലാക്കുവാൻ ശാസ്ത്രജ്ഞർക്ക് സാധിക്കും. നാസയുടെ ആർടെമിസ് ദൗത്യം കേവലം ഒരു ബഹിരാകാശ യാത്രയല്ല, അത് മനുഷ്യന്റെ നിലനിൽപ്പിന് ആവശ്യമായ പുതിയ വഴികൾ തേടലാണ്. വരും വർഷങ്ങളിൽ ചന്ദ്രൻ മനുഷ്യന്റെ ഒരു ഉപഗ്രഹ താവളമായി മാറും. അവിടെ നിന്ന് തുടങ്ങുന്ന യാത്രകൾ ഒരുപക്ഷെ നമ്മെ ചൊവ്വയ്ക്കും അപ്പുറമുള്ള പ്രപഞ്ച രഹസ്യങ്ങളിലേക്ക് നയിച്ചേക്കാം. ചുരുക്കത്തിൽ ചന്ദ്രനിലേക്കുള്ള ഈ മടക്കയാത്ര മാനവരാശിയുടെ അതിജീവനത്തിനുള്ള വലിയൊരു കുതിച്ചുചാട്ടമാണ്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.